ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, 2 പെൺകുട്ടികൾ ഇരട്ടകളായിട്ട് ജനിക്കുന്നു. അതിൽ ഒരു പെൺകുട്ടിയുടെ രൂപം പൂർണ്ണ വികൃതവും ഭയാനകവുമാണ്. ആ പെൺകുട്ടി കാരണം ചുറ്റുമുള്ള പലരും മരണപ്പെടുന്നുണ്ട്. ഈ മിസ്റ്ററി അവിടെ നിൽക്കെ ഒരു പാസ്റ്റർ, പ്രേതങ്ങൾ അന്വേഷിച്ചു പോകുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹം ഒരുപാട് ചെറിയ പെൺകുട്ടികളുടെ മരണങ്ങൾ കണ്ടെത്തുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കണേ എന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ ജോണറിലാണ് ഈ സിനിമ പോവുക. ഒരുപാട് മിസ്റ്ററികളുണ്ട്. പസിൽ രൂപേണയാണ് കഥ മുന്നോട്ട് പോവുക. അവസാനേ മനസ്സിലാവുള്ളൂ എന്താണ് ഇതിന് പുറകിലുള്ള കാരണമെന്ന്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2019 റിലീസ് ചെയ്ത സ്വാഹ ദ സിക്സ്ത് ഫിംഗർ എന്ന കൊറിയൻ ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമയെക്കുറിച്ചാണ്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരാട് എന്ന് കരയുന്നുണ്ട്. ഇതിനെ നോക്കിക്കൊണ്ട് ഒരു പെൺകുട്ടി നിൽപ്പുണ്ടാവും. അവളുടെ മുഖത്ത് തീരാത്തെന്തോ ദുഃഖം. ഈ പെൺകുട്ടി ജനിക്കുമ്പോൾ ഇതേപോലെ ഒരുപാട് ആടുകൾ കരഞ്ഞിരുന്നു. പട്ടികൾ കുരച്ച് തമ്മി അടിയുണ്ടാക്കിയിരുന്നു. 1999 ഈ പെൺകുട്ടി ജനിക്കുന്നത്. ഇവളൊരു ഇരട്ട കുട്ടിയായിരുന്നു. ഇവളെ കൂടെ ജനിച്ച കുഞ്ഞ്, ആ കുഞ്ഞ് വയറ്റിലിരിക്കുമ്പോൾ തന്നെ ഇവളുടെ കാല് കടിച്ചു തിന്നിട്ടാണ് ജീവിച്ചത്. നമ്മുടെ പെൺകുട്ടി കാലി മുറിവാണെങ്കിലും ആരോഗ്യത്തോടെ ജനിക്കുന്നു. ചാവുപിള്ള പോലെയാണ് മറ്റേ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടാവുക. ശരീരത്തെല്ലാം രോമം. അതിന്റെ അവസ്ഥ കണ്ട് ഡോക്ടർ പറയും, ആ കുഞ്ഞ് ആരോഗ്യവതിയല്ല, അധികം വൈകാതെ അത് മരണപ്പെടും. വിഷമിക്കണ്ട, നിങ്ങൾക്കൊരു കുഞ്ഞെങ്കിലും കിട്ടിയിട്ടുണ്ടല്ലോ. പക്ഷേ ഡോക്ടർ പറഞ്ഞ പോലെയല്ല സംഭവിച്ചത്. ആ കുഞ്ഞ് മരണപ്പെട്ടില്ല. പകരം ഒരാഴ്ച കഴിഞ്ഞപ്പോ അമ്മയും 1 മാസം കഴിഞ്ഞപ്പോ അച്ഛനുമാണ് മരണപ്പെട്ടത്. 2 ദുർമരണങ്ങളായിരുന്നു. ഇപ്പൊ 2014 എന്റെ കൂടെ ജനിച്ച സഹോദരി, അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ അവൾ ജീവിക്കുന്നു എന്നുള്ള ഈ കുട്ടിയുടെ മൈൻഡ് വോയിസ് കേൾക്കാം. ഈ സമയത്ത് ഇവര് താമസിക്കുന്ന തെരുവിൽ കുറച്ചപ്പുറത്തെ സ്ഥലത്ത് ഫാമിൽ കുറേയധികം പശുക്കൾ ചത്തൊടുങ്ങി. അതെന്തുകൊണ്ടാണെന്നറിയാൻ വേണ്ടി ഒരു മന്ത്രവാദി അവിടെ വന്നിട്ടുണ്ട്. ആ മന്ത്രവാദി നമ്മുടെ പെൺകുട്ടിയുടെ വീടിനെയാണ് സൂക്ഷിച്ചു നോക്കുക. അപ്പൊ ആ ഫാം ഓണർ പറയും, ആ വീട്ടിൽ 1 മാസത്തിന് മുന്നെയാണ് ആരോ താമസത്തിന് വേണ്ടി വന്നത്. അവര് പുറമെയുള്ള ആൾക്കാരോട് മിണ്ടുന്നൊന്നുമില്ല. ഒരു കുടുംബാണത്. അവര് വന്നതിൽ പിന്നെയാണ് പശുക്കൾ ചത്തൊടുങ്ങാൻ തുടങ്ങിയത്. സോ ഈ മന്ത്രവാദി ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ പെൺകൊച്ചിന്റെ വീട്ടിലേക്ക് വരികയാണ്. എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി. ഇവര് വരുന്ന കണ്ട ഉടനെ ആ വീട്ടിലുണ്ടായിരുന്ന 2 മുത്തശ്ശനും മുത്തശ്ശി അവര് ഡോറെല്ലാം അടച്ചു കുറ്റിയിട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ അകത്ത് നിൽക്കാണ്. സോ നമ്മുടെ കുഞ്ഞിന്റെ കൂടെ, നമ്മുടെ പെൺകുട്ടിയുടെ കൂടെ ഒരു പാട്ടനും പാട്ടിയോ ഉണ്ട്. ഈ നാട്ടുകാരും മന്ത്രവാദിയും വന്ന് കതവി മുട്ടും. ഇവര് തുറക്കുന്നില്ല. നമ്മുടെ പെൺകൊച്ച് പേടിച്ച് ഒരു മുറിയിലേക്ക് നോക്കുന്നുണ്ട്. അവിടെയാണ് ആ പ്രേതം താമസിക്കുന്നത്, ഞങ്ങളുടെ കൂടെ തന്നെ എന്നവള് മനസ്സിൽ വിചാരിക്കുന്നു. ഇവര് പോകുന്ന സ്ഥലത്തെല്ലാം ചില പല പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവര് വീട് മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ ഇരട്ടക്കുട്ടീനെ പഠിപ്പിക്കുകയോ ഇവരെ കൂടെ ജീവിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഇവർക്കെല്ലാം പേടിയാണ്. അതിന് ഭക്ഷണം മാത്രം ഏതോ മൃഗത്തിന് കൊണ്ടുപോയി കൊടുക്കുന്നത് പോലെ ഇവര് കൊണ്ടുപോയി വെക്കും. അന്ന് രാത്രി ഇവരുടെ വീട്ടിൽ എന്താണുള്ളതെന്ന് അറിയാൻ വേണ്ടി മന്ത്രവാദി ഒരു നാട്ടുകാരനെയും വിളിച്ചിട്ട് വരുന്നുണ്ട്. പട്ടിക്കൂടുകളുടെ ഇടയിൽ ലാസ്റ്റായിട്ടൊരു ഡോറ് കാണാം, ഇരുമ്പ് ഡോർ. അതിനകത്ത് എന്തോ ഉള്ളതായിട്ട് ഇവർക്ക് തോന്നും. എന്നാൽ ഇവരകത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഒരു പാമ്പ് വന്ന് നമ്മുടെ മന്ത്രവാദിയുടെ കാലിൽ കൊത്തുന്നുണ്ട്. ഒരുപാട് പാമ്പുകൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വരും. മന്ത്രവാദി ജീവനം കൊണ്ട് ഓടുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ ഹീറോ ഒരു പാസ്റ്ററാണ്. പ്രേതമൊന്നുമില്ല, എല്ലാം ഫ്രോഡ് പണിയാണ്. ആ ഫ്രോഡ് പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിനെല്ലാം സോൾവ് ചെയ്യലാണ് എന്റെ പണി എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. പുള്ളിയുടെ ക്ലാസ്സുകളും പ്രസംഗങ്ങളൊന്നും മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവരെല്ലാം പുള്ളിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി നമ്മുടെ ആൾ എങ്ങോട്ടോ കാര്യമായി എന്തോ ഒരു സംഭവം അന്വേഷിക്കാൻ പോവാണ്. സംഭവം ടൗണിൽ നിന്ന് മാറിയുള്ളൊരു സ്ഥലത്ത് ഒരു പ്രാർത്ഥനാ ഹാള്, പ്രാർത്ഥനാ സെന്റർ, അവിടെ എന്തോ ഒരു കുഴപ്പമുള്ളതായിട്ട് ഹീറോയ്ക്ക് ന്യൂസ് കിട്ടി. അവരെ ബിൽഡിങ്ങിൽ എന്തോ സിമ്പിൾസ് ഒക്കെ ഉള്ളതായിട്ട്. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ വരുന്നത്. ആ പ്രെയർ മീറ്റിംഗിലാണെങ്കിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, സ്നേഹമുള്ള കാര്യങ്ങൾ, മനസ്സ് വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു മെഡിറ്റേഷൻ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ മെഡിറ്റേഷൻ ക്ലാസ്സിന് പോയ ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടും ഉണ്ട്, അസിസ്റ്റന്റും ഉണ്ട്. അവൻ അകത്ത് പോയി ചെക്ക് ചെയ്തിട്ട് വന്നിട്ട് ഹീറോയോട് പറയും, അവിടെ കുഴപ്പമൊന്നുമില്ല, വളരെ നോർമലായിട്ട് പാവങ്ങളെ പോലെയാണ് അവർ നടത്തുന്നത്, തെറ്റായ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞു കൊടുക്കുന്നില്ല. എന്നാലും ഹീറോയുടെ സംശയം പോയിട്ടില്ല. നീ ഒന്നുകൂടി ഡീപ്പായിട്ട് അവിടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ പറയും. ഈ സമയത്ത് പോലീസുകാർക്ക് ഒരു കോൺക്രീറ്റ് പാലത്തിനകത്ത് നിന്നും ചെറിയ പെൺകുട്ടിയുടെ കൈ കണ്ടുകിട്ടുന്നു. ആ പെൺകുട്ടിയുടെ ബോഡി അകത്തുണ്ട്. ആരോ കോൺക്രീറ്റിൽ ആ ബോഡി മറച്ച് വെച്ചതായിരുന്നു. ഈ സമയത്ത് തന്നെ ഒരു ലോറിക്കാരനെ കാണിക്കുന്നുണ്ട്. ഇയാൾക്ക് കോൺക്രീറ്റ് ഒക്കെ തട്ടുന്നാണ് പണി. അതേപോലെ ഒരു വെള്ള മുടിയനും ഉണ്ട്. ഈ കോൺക്രീറ്റ് തട്ടുന്ന ലോറി ഡ്രൈവറല്ലേ, അയാളെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അമ്മയുണ്ടാവും വീട്ടിൽ. ആർക്കോ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. അത് ഈ വെള്ള മുടിയനാണ്. സോ ഈ ഡ്രൈവറും വെള്ള മുടിയനും തമ്മിൽ നേരത്തെ
അറിയാം. ഡ്രൈവർ വെള്ളമുടിയനോട് പറയും, എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, ഫാദറെ രക്ഷപ്പെടുത്താനോ സംരക്ഷിക്കാനോ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, ഞാൻ ആ ജോലി വേണ്ടാന്ന് വെച്ചു. കാരണം പെൺകുട്ടികളുടെ കരച്ചില് അതെല്ലാ രാത്രി എനിക്ക് കേൾക്കായിരുന്നു, എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അത് കേട്ട് വെള്ളമുടിയൻ പറയും, നമ്മൾ സാത്താനെതിരെ പോരാടുകയാണ്, അതുകൊണ്ട് നിനക്ക് കുറ്റബോധം വേണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല, അവര് നിന്റെ അടുത്തേക്ക് എത്താനായി, ഇനി നീ കാക്കരുത്, എത്രയും പെട്ടെന്ന് മരണപ്പെടണം എന്ന് വെള്ളമുടിയൻ ഡ്രൈവറോട് പറയും. എന്നിട്ട് ഇവർ രണ്ടുപേരും ചേർന്ന് എന്തോ ഒരു പ്ലഡ്ജൊക്കെ ചൊല്ലുന്നുണ്ട്. ഈ സമയത്ത് കോൺക്രീറ്റിന്റെ അകത്ത് നിന്നും പോലീസുകാർക്ക് ഒരു ബോഡി കിട്ടിയില്ലേ പെൺകുട്ടിയുടെ. ആ ബോഡിക്കകത്ത് നിന്ന് ഡോക്ടർമാർക്ക് കുറച്ച് പുളിങ്കുരുവും മന്ത്രവാദങ്ങൾ ചെയ്തതിന്റെ പേപ്പറുകളും കിട്ടും. ഡോക്ടർ പോലീസുകാരനെ വിളിച്ച് പറയും, ഇതേപോലത്തെ സിമിലിയർ കേസസ് കുറച്ചു കാലം മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതൊരുപാട് സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ മെഡിറ്റേഷൻ സെന്റർ, ഹീറോയുടെ ബഡ്ഡിയില്ലേ, അവൻ ഫോൺ ഓണാക്കി വെച്ചിട്ടാണ് ഈ മെഡിറ്റേഷൻ സെന്ററിൽ ഇരിക്കുന്നത്. അവിടെ നടക്കുന്ന അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഹീറോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, ചിലതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് കുറേയധികം പോലീസ് കാറുകൾ അങ്ങോട്ട് വരുന്നത്. എന്താന്ന് നോക്കുമ്പോൾ ഈ കോൺക്രീറ്റ് തട്ടിയത് ആരാണെന്ന് പോലീസുകാർക്ക് ഇൻഫർമേഷൻ കിട്ടി. കിം ച്യോൾ ജിൻ എന്ന് പറയുന്ന ആളാണ് ആ പാലത്തിൽ കോൺക്രീറ്റ് തട്ടിയത്. ആ കോൺക്രീറ്റിനകത്തായിരുന്നല്ലോ പെൺകുട്ടി ഉണ്ടായിരുന്നു. സോ ഡ്രൈവർ അറിയാതെ നടക്കില്ല. അതുകൊണ്ടാണ് ഇവർ ഡ്രൈവർ അന്വേഷിച്ച് വന്നിരിക്കുന്നത് ഈ മെഡിറ്റേഷൻ സെന്ററിലേക്ക്. ഈ സെന്ററാണ് അവൻ അഡ്രസ്സായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കേട്ട് പ്രെയർ ലേഡി പറയും, ഇതൊരു ബുദ്ധിസ്റ്റ് സാങ്ച്വറിയാണ്, നിങ്ങൾ സ്ഥലം മാറി വന്നു, ശരിക്കുള്ള സ്ഥലത്ത് പോകൂ, നിങ്ങൾക്ക് തെറ്റിപ്പോയതാണെന്ന് പറയും. പോലീസുകാരും വിചാരിക്കും അവൻ ഫേക്ക് അഡ്രസ്സാണ് കൊടുത്തിരിക്കുകയെന്ന്. ഹീറോയെ കാണുമ്പോൾ ആ പോലീസുകാരൻ അവരെന്തിനു വേണ്ടിയിട്ടാണ് അന്വേഷിച്ച് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പറയും. അപ്പോഴാണ് കോൺസ്റ്റബിൾ വന്നിട്ട് പറയുക, സർ, ആ കിം ച്യോൾ ജിന്റെ അമ്മയുടെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. ഹീറോ അവന്റെ പേരും ആ കിം ജിൻജിയോൾ എന്നുള്ള പേരും കൂടി നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ട്രക്ക് ഡ്രൈവർ. ഡ്രൈവർക്ക് രാത്രി ഒരു പെൺകുട്ടിയുടെ രൂപം കാണും വണ്ടി ഓടിക്കുന്ന സമയം. വായൊക്കെ പൊളിച്ച് വലിയൊരു പ്രേതരൂപം. ലൈറ്റ് ഓണാക്കുമ്പോൾ അതിനെ കാണാനില്ല. ഈ സമയത്ത് ഹീറോ ഈ പ്രെയർ ഹോൾസിൽ ഈ മെഡിറ്റേഷൻകാര്, ഈ പ്രത്യേക മെഡിറ്റേഷൻകാര് പ്രെയർ നടത്തുന്ന സ്ഥലത്ത് മാനിന്റെ ലോഗോ വരച്ചു വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഹീറോ ഒരു മോങ്കിനെ വിളിച്ചു വരുത്തും. ഈ മൊട്ടയടിച്ച സ്വാമിജിയാണ് നമ്മുടെ മോങ്ക്. മോങ്കാണെങ്കിലും പുറത്തു വരുമ്പോൾ കോട്ട് സൂട്ടൊക്കെയാണ് ധരിക്കുക. സന്യാസിയാണ് പുള്ളി. പുള്ളിക്കാരനോട് ഈ ലോഗോയുടെ അർത്ഥം എന്താണെന്ന് ഹീറോ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയും, ഈ സിമ്പിൾസ് എല്ലാം 4 സ്വർഗ രാജാക്കന്മാരെയാണ് കുറിക്കുന്നത്. അത് ബുദ്ധന്റെ 4 ഗാർഡിയൻസ് ആണ്. അതിലെ 2 ഗാർഡിയൻസിന്റെ സിമ്പിളാണ് 2 കെട്ടിടത്തിൽ നിന്ന് ഹീറോയ്ക്ക് കണ്ടുകിട്ടിയത്. ഇനിയും 2 കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അന്ന് വൈകിട്ട് ഹീറോയും അസിസ്റ്റന്റും കൂടി ഈ പ്രെയർ ഹാളിലേക്ക് ആരും ഇല്ലാത്ത സമയത്ത് കയറിപ്പോകും. അവിടെ ഒരുപാട് രൂപങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് ഇവര്, പ്രത്യേക രൂപങ്ങൾ. ഇവരതിനെല്ലാം ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ മോങ്കിന് കൊടുക്കുമ്പോൾ മോങ്ക് ആദ്യം ഇവർ കണ്ടുപിടിച്ച സ്ഥലത്തെ മാപ്പിൽ മാർക്ക് ചെയ്യും. അതായത് ഈ മെഡിറ്റേഷൻ സെന്ററിന് ആ 2 പ്ലേസും കഴിഞ്ഞാൽ അതിന്റെ നിശ്ചിത അളവിൽ നിന്ന് മാറിയിട്ട് മറ്റ് 2 പ്ലേസും കൂടി ഉണ്ടാവും. അതും പുള്ളിക്കാരൻ മാർക്ക് ചെയ്ത് കൊടുക്കും മാപ്പിൽ. എന്നാൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനാ സെന്ററുകൾ ബുദ്ധിസത്തിൽ പറയുന്നില്ല. അതൊരു പ്രത്യേക പുതിയ ആരാധനയാണ്. ഇവര് അന്ന് രാത്രി വീണ്ടും വരുന്നുണ്ട്. ആ പ്രെയർ ഹാളിൽ അകത്താരും കാണാത്തൊരു മുറി ഉണ്ടാവും. അവിടുത്തെ രൂപങ്ങൾ ഒന്നുകൂടി ഭയാനകമാണ്. ഈ 4 കിങ്സ് ഇല്ലേ, ബുദ്ധന്റെ രക്ഷകര്, അവര് പലരുടെയും തലയൊക്കെ അറുത്തെടുക്കുന്നതായിട്ടും കുരുതി കൊടുക്കുന്നതായിട്ടും കാണാം. അത് കഴിയുമ്പോൾ അവിടുന്ന് കട്ട് ചെയ്ത നമ്മുടെ ട്രക്ക് ഡ്രൈവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി വെള്ളമുടിയനെ കാണുന്നുണ്ട്. അവൻ തലയാട്ടി വീടിനകത്തേക്ക് വരാതെ ബിൽഡിങ്ങിന് മണ്ടയിലേക്ക് പോകും. കാരണം വീടിനകത്ത് പോലീസുകാർ അവനെ കാത്തിരിപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവന്റെ അമ്മയ്ക്കൊരു കോള് വരാണ്. അവൻ അമ്മയോട് പറയും, അമ്മ കരുതുന്ന പോലെയല്ല, ഞാൻ ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി സാത്താനുമായിട്ട് യുദ്ധം ചെയ്യായിരുന്നു. അമ്മയ്ക്ക് സ്വന്തം മോനിൽ അഭിമാനിക്കാം, ഞാൻ ചെയ്തതെല്ലാം വലിയ പുണ്യപ്രവൃത്തിയാണ്, എന്നെക്കുറിച്ചോർത്ത് ഇനി വിഷമിക്കരുത് എന്നവൻ പറഞ്ഞു തീരുമ്പോൾ തന്നെ പോലീസുകാർക്ക് മനസ്സിലാക്കും അവൻ റൂഫിന്റെ മണ്ടയിലാണെന്ന്. പോലീസുകാര് മുകളിലേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ കഴുത്തി തൂക്കിട്ട് ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്ന് താഴത്തേക്ക് ചാടിക്കഴിഞ്ഞു. ഇതെല്ലാം കണ്ടു നിന്ന വെള്ളമുടിയൻ അപ്പോഴാണ് അവിടുന്ന് കാർ എടുത്തുകൊണ്ട് പോകുന്നത്. അവിടുന്ന് കട്ട് ചെയ്ത പിറ്റേ ദിവസം ഹീറോയ്ക്ക് പോലീസുകാരുടെ കയ്യിൽ നിന്ന് കിം ജോങ് ജിങ് എന്ന പേര് കിട്ടിയില്ലേ, അതാരാണെന്നറിയാൻ വേണ്ടി ഹീറോയ്ക്ക് അറിയുന്ന ഒരു പോലീസുകാരി ചേച്ചീനെ പിടിച്ച് അവൻ ആ വിവരങ്ങൾ തേടിയെടുക്കും. ഈ ചെറുക്കൻ ചെറുപ്പത്തിൽ ബാലജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളാണ്, ആരെയോ കൊന്ന് പണം മോഷ്ടിച്ചതിന്. പിന്നീട് തടവൊക്കെ കഴിഞ്ഞ് പയ്യൻ റിലീസായി. അത് കഴിഞ്ഞിട്ട് അവന്റെ പേരിൽ കേസൊന്നുമില്ല. ആ സമയത്ത് ഇവിടെ നമ്മുടെ വെള്ളമുടിയൻ ഏതോ ഒരു അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് കുറച്ച് ഡോക്യുമെന്റ്സ് വാങ്ങിക്കുന്നുണ്ട്. അത് മറ്റാരുടെ അല്ല, നമ്മൾ പടത്തിന്റെ തുടക്കത്തിൽ കണ്ടില്ല ഒരു പെൺകുട്ടീനെ, അവളുടെ ഡീറ്റെയിൽസ് ആണ്. ആ പെണ്ണിന്റെ അഡ്രസ്സ് വാങ്ങി വെള്ളമുടിയൻ അവളുടെ ലൊക്കേഷൻ, വീട് കണ്ടുപിടിക്കുന്നു. ഇപ്പൊ അവര് താമസിക്കുന്ന പുതിയ വീട് കണ്ടുപിടിക്കുന്നു. ആ സമയത്ത് വീടിനകത്ത് അമ്മൂമ്മ പെൺകുട്ടിയോട് പറയും, നീ അതിന് ഭക്ഷണം കൊടുത്തോന്ന്. ഇവള് പേടിച്ചിട്ട് ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞ് ഭക്ഷണം എടുത്തുകൊണ്ട് പോയി കതകിനടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ചു കൊടുത്തിട്ട് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവാണ് അവള്. ഈ സമയത്ത് ഹീറോയ്ക്കും അസിസ്റ്റന്റിനും ആ മെഡിറ്റേഷൻ സെന്ററിൽ നിന്ന്
ഒരു പുസ്തകം കിട്ടും. അത് അവർ കൊണ്ടുവന്നിട്ട് മോങ്കിന് കൊടുക്കുകയാണ്. മോങ്ക് അത് വായിച്ചു നോക്കിയിട്ട് പറയും, ഇതുപോലൊരു പുസ്തകം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇതിനകത്ത് പറയുന്നത് ഡീമനും ഗോഡ്സും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ്. ഒരു പ്രത്യേക പ്രാക്ടീസിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയുടെ സ്റ്റാഫ് ലേഡി സുന്ദരിയായി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ചായയുമായിട്ട് വരിക. ഹീറോ ചോദിക്കുന്നുണ്ട്, താൻ എന്താണോ ഇന്ന് മേക്കപ്പ് ചെയ്തോന്ന്. ഒരു സുന്ദരി കുടുക്കു പെണ്ണാണ്. അവർ ഈ മോങ്കണ്ണന് മാത്രമായിട്ട് ഒരു മുട്ടായി കൊടുക്കുന്നുണ്ട്. വളയ്ക്കാൻ നോക്കുകയാണ് ചേച്ചി. ഉടനെ അസിസ്റ്റന്റ് പറയും, ചേച്ചി അങ്ങേരൊരു മോങ്കാണ്, അങ്ങേരെയാണോ വളയ്ക്കാൻ നോക്കുന്നത്. ഇത് കേട്ട് വിഷമായ മോങ്കമാമൻ ആ മുട്ടായി ഇയാൾക്ക് തിരിച്ചു കൊടുക്കാൻ നിൽക്കും. എന്നാൽ ലേഡി സമ്മതിക്കില്ല. കഴിച്ചോ, നിങ്ങൾ എന്നെ എടുത്തോന്ന് പറയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ വെള്ളമുടിയന് സ്വപ്നത്തിൽ ഒരുപാട് പ്രേത പെൺകുട്ടികളെ കാണാൻ കഴിയുന്നുണ്ട്. അവൻ പേടിച്ച് വിറച്ച് കിടക്കായിരിക്കും. ഇവൻ കിടക്കുന്ന മുറിക്ക് ചുറ്റും നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ പടങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് മോങ്ക് പറയുക, ബുദ്ധന്റെ സംരക്ഷണത്തിന് വേണ്ടി 4 കിങ്സ് ഇല്ലേ, അവരാദ്യം ബുദ്ധനെ ആക്രമിക്കാൻ വന്നവരാണ്. എന്നാൽ ബുദ്ധൻ പിടിച്ച് അവരെ അടക്കിയിട്ട് ബുദ്ധന്റെ കാവലാളികളാക്കി. എന്നിട്ട് അവരെ പ്രേതങ്ങളുടെ വേട്ടക്കാരുമാക്കി. സോ ഇതെല്ലാം കാണുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാവുക, ഈ മെഡിറ്റേഷൻ സെന്റർക്കാര് പ്രേതങ്ങളെ വേട്ടയാടുന്ന ജോലിയും കൂടി ചെയ്യുന്നുണ്ട്. അതാണ് അവർ മറയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇവർക്ക് കിട്ടിയ ആ പുസ്തകത്തിൽ മാസ്റ്റർ കിം എന്ന് എഴുതിയിട്ടുണ്ട്. ആ കിം ആരാണെന്ന് അറിയാൻ വേണ്ടി ഇവർ ഗൂഗിൾ ചെയ്ത് നോക്കും. പഴയൊരു ന്യൂസ് പേപ്പർ കിട്ടുന്നുണ്ട്. അതിൽ കിം ഇൻ ജോ എന്ന് പറയുന്ന ഒരു മാസ്റ്റർ കിമ്മിനെ കാണാം. അദ്ദേഹം ഡോങ് ബാങ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫൗണ്ടറാണ്. അദ്ദേഹം ഒരു സൂത്രയും എഴുതിയിട്ടുണ്ട്. സോ ഇവർ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകും. വലിയ 150 പടികളുണ്ടെന്ന് തോന്നുന്നുണ്ട്. കയറി കഷ്ടപ്പെട്ട് മോളി വരുമ്പോഴാണ് എൻ്റെ വീട്ടിൽ കാറ് വന്നേന്ന് പറഞ്ഞതുപോലെ അവിടെ നിറച്ച് കാറുകളുള്ളത് ഇവർ കാണാം. താൻ എന്നോട് പക വീട്ടിയതാണോടാന്ന് അസിസ്റ്റന്റ് ഹീറോയോട് ചോദിക്കും. അത് കഴിഞ്ഞ് ഇവര് അവിടുത്തെ ഒരു മോങ്കിനെ കണ്ട് മാസ്റ്റർ കിം ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കും. മോങ്ക് പറയും, മാസ്റ്റർ കിം ദൈവമായി കഴിഞ്ഞു. കാരണം പുള്ളി ജനിച്ചത് 1940s 1985 അദ്ദേഹം കാണാതായി. ടെമ്പിളിൽ നിന്ന് വാനിഷായി പോയി. പിന്നീടാണ് ഈ സൂത്രയൊക്കെ എഴുതുന്നത്. കുറച്ച് പേര് മാത്രമേ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 116 വയസ്സായിട്ടുണ്ടാവും. അതുകൊണ്ട് പുള്ളിക്കാരൻ മരിച്ചിരിക്കാനാണ് സാധ്യത എന്ന് പറയും അവിടുത്തെ മോങ്ക്. അത് കഴിയുമ്പോൾ ഹീറോയും അസിസ്റ്റന്റും കൂടി ആ ട്രക്ക് ഡ്രൈവർ കുറച്ചു കാലം ജയിലിലായിരുന്നു. കുഞ്ഞായിരുന്നപ്പോ ജയിലിലായിരുന്നു എന്ന് പറഞ്ഞില്ലേ. സോ ആ ജയിലിലേക്ക് പോവാണ് ഹീറോയും കൂട്ടുകാരനും. ജയിലിൽ നിന്ന് ട്രക്ക് ഡ്രൈവർ എങ്ങോട്ടാണ് പോയെന്ന് അവിടുത്തെ വാർഡനോട് ഹീറോ ചോദിക്കും. 4 പയ്യന്മാരെ, 4 ജയിൽ പുള്ളികളായ പയ്യന്മാരെ ശിക്ഷ കഴിയുന്ന സമയത്ത് മാസ്റ്റർ കിം ദത്തെടുത്തിട്ടുണ്ട്. അവരുടെ അച്ഛനായി. പിന്നീട് പുള്ളിക്കാരനാണ് അവരെ വളർത്തിയത്. പക്ഷെ അതിലെ 3 പേര് ഓൾറെഡി മരണപ്പെട്ടു. ഇനി ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. സംശയപ്പെട്ട ഹീറോ ആ 4 രാജാക്കന്മാരുടെ പടം എടുത്തു വെച്ചിട്ട് നടന്ന സംഭവങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഒരു നിഗമനത്തിലെത്തും. ഈ 4 പിള്ളേരെയും 4 രാജാക്കന്മാരായിട്ടാണ് മാസ്റ്റർ കിം ദത്തെടുത്ത് കൊണ്ടുപോയിരിക്കുന്നത്. അതിലെ 3 പേര് മരണപ്പെട്ടു. ഇനി ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. അയാളാണ് വെള്ളമുടിയൻ. ഈ സമയത്ത് നമ്മുടെ വെള്ളമുടിയൻ കൊച്ചുപെണ്ണിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അവളെ കടത്തിക്കൊണ്ടുപോകാൻ. എന്നാൽ ഇയാൾ വന്ന ആ ഒരു ഇൻറ്റ്യൂഷൻ മനസ്സിലാക്കി മറ്റേ പൂട്ടി വെച്ചിരിക്കുന്ന 2ാമത്തെ ട്വിൻ സിസ്റ്ററല്ലേ, അതെന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിടുന്നുണ്ട്. ഉടനെ പറന്നുകൊണ്ടിരുന്ന ഒരുപാട് കിളികൾ വന്ന് ഇവരുടെ ജനലിലും കതവിലും മുട്ടിത്തെറിച്ച് ചത്ത് വെള്ളമുടിയന്റെ മുന്നിലേക്ക് വന്ന് വീഴും. അവൻ പേടിച്ച് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴാണ് പട്ടിക്കൂടിന്റെ ഭാഗത്തുള്ള ആ അടഞ്ഞു കിടക്കുന്ന കതവ് ഇവൻ കാണുക. അതിനകത്ത് എന്താണെന്നറിയാൻ വേണ്ടി ഇവൻ തല കുനിഞ്ഞ് താഴേക്ക് നോക്കുമ്പോൾ ചുവന്ന കണ്ണുകളും കറുത്ത് കരിഞ്ഞൊരു രൂപവും കാണും. പേടിച്ചവൻ ഓടി രക്ഷപ്പെടാൻ നോക്കവേ ആ കരിഞ്ഞ കൈകൾ അവനൊന്ന് പിടിക്കും. കൊതറി മാറി അവൻ ഓടിപ്പോവാണ് അവിടുന്ന്. താൻ എന്താ കണ്ടെന്ന് അവന് മനസ്സിലായിട്ടില്ല. ഈ സമയത്ത് ഹീറോ ദത്തെടുത്ത 3 ആൾക്കാർ മരണപ്പെട്ടില്ലേ, അവരെങ്ങനെയാണ് മരണപ്പെട്ടെ എന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. ഒരാള് ഹോസ്പിറ്റലിലെ പ്രസവ വാർഡിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. ആ പ്രസവ വാർഡിനും തീപിടിച്ചു, അവനും തീപിടിച്ചു. ഒരുപാട് കുഞ്ഞുങ്ങളും അമ്മമാരും മരണപ്പെട്ടു. മറ്റൊരാള് പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അമ്മേനെയും കൊല്ലേണ്ടി വന്നു. പോലീസ് പിടിച്ച് ജയിലിലാക്കി. ജയിലിൽ നിന്ന് ആത്മഹത്യയാണ് പുള്ളി ചെയ്തത്. പിന്നെ ഇപ്പൊ അവസാനത്തെ ആള് തൂങ്ങി മരിച്ചില്ലേ. ഇവരൊക്കെ എത്ര പേരെ ശരിക്കും കൊന്നിട്ടുണ്ടെന്നറിയില്ല. എന്തായാലും 3 പേര് മരണപ്പെട്ടു. ഇനിയുള്ളത് വെള്ളമുടിയൻ. വെള്ളമുടിയനാണെങ്കിൽ രാത്രിയൊക്കെ പെൺകുട്ടികളുടെ പ്രേതങ്ങൾ വന്ന് ശല്യപ്പെടുത്തുന്ന പോലെ അവൻ പേടിക്കുന്നുണ്ട്. ഈ പേടിക്കുന്ന സമയത്ത് അവൻ സ്വന്തം അമ്മയെ സ്വപ്നത്തിൽ കാണും. അമ്മയുടെ പാട്ട് അവന് ചെവിയിൽ കേൾക്കാം. അങ്ങനെയാണ് അവൻ സർവൈവ് ചെയ്യുന്നത്. അന്ന് രാത്രി തന്നെ ഇവൻ കാറെടുത്ത് എങ്ങോട്ടോ പുറപ്പെടുന്നുണ്ട്. എന്നാൽ അവനെ വിടാതെ ഹീറോയും അവൻ ആളെ മനസ്സിലാക്കി അവൻ കാറെടുത്ത് പോകുന്ന കണ്ടിട്ട് പുറകെ തന്നെ പോകുന്നുണ്ട്. ഈ വെള്ളമുടിയൻ മഞ്ഞ് പെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് വരും. അവിടെ സുന്ദരിയായ ഒരു അമ്മച്ചിയുണ്ട്. കൂടെ തന്നെ വെള്ളവസ്ത്രം ധരിച്ച ഒരു നീളമുടിയൻ സന്യാസിയുണ്ട്. അയാളോട് നമ്മുടെ വെള്ളമുടിയൻ പറയും, ഞാൻ വ്യത്യസ്തമായ എന്തോ ഒന്നിനെ കണ്ടു.
അത് മനുഷ്യനായിട്ട് തോന്നിയില്ല, മറ്റെന്തോ ആണ്. എനിക്ക് ആ പെൺകുട്ടിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. അത് കേട്ട വെള്ള സന്യാസി പറയും, ഡീമൺ പല വേഷങ്ങളിലും നിന്നെ പറ്റിക്കാൻ നോക്കും, പക്ഷെ നീ അതിന്റെ കെണിപ്പെടരുത്. ചെയ്യാനുള്ള ജോലി പൂർത്തിയാക്കിയാൽ മാത്രമേ ഫാദറെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ, പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഈ മാസ്റ്റർ കിം എന്ന് പറഞ്ഞ ആളെ ഇവർ ഓക്സിജനൊക്കെ കൊടുത്ത് കിടത്തിയിട്ടുണ്ട്. ഇനി അധിക സമയമില്ല, നീ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്ന് ആ വെള്ളക്കാര സന്യാസി പറയും. എന്നിട്ട് മാസ്റ്റർ കിം പറയുന്ന എന്തോ ഒരു കാര്യം കേട്ടിട്ട് അയാൾ പറയും, ഫാദർ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങളോട് പോലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടെ ഈ സംഭവം നടക്കുമ്പോൾ വെള്ളമുടിക്കാരനെ ഫോളോ ചെയ്തൊന്നില്ല ഹീറോ. അങ്ങേര് ഇവരെ സെന്ററിലേക്ക് അതിക്രമിച്ച് കടന്നു വരും. അപ്പോഴാണ് തൊഴുത്തിനകത്ത് വലിയൊരു ആനേനെ ഇയാൾ കാണുന്നത്. ഹീറോ ആനേനെ കണ്ട് ഞെട്ടി നിൽക്കുമ്പോഴാണ് നേരത്തെ കണ്ട ആ വെള്ളത്തുണിയൻ സന്യാസി അങ്ങോട്ട് വരുന്നു. നിങ്ങൾ അതിക്രമിച്ച് കടന്നിരിക്കുകയാണ്, ഇവിടെ എന്താ കാണിക്കുന്നത്? ചോദിക്കാതെ അകത്തേക്ക് വരാൻ പാടില്ലല്ലോ. അടുത്ത തവണ എന്നോട് ചോദിച്ചിട്ട് വരൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കതക് തുറന്നു വെക്കാം എന്ന് വളരെ ഡീസന്റ് ആയിട്ട് പുള്ളി പറയും. ഹീറോ സോറിയും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്ത് ചെന്ന് ഈ വെള്ളമുടിയൻ വരുന്നത് വരെ ഹീറോ കാത്തിരിക്കും. എന്നിട്ട് അവനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ വെള്ളമുടിയൻ കാറ് നിർത്തി ഹീറോയുടെ കാറിലേക്ക് തിരിച്ചു വന്ന് ഇടിച്ചിട്ട് ഹീറോയുടെ വണ്ടിയിലുണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ ഡോക്യുമെന്റ്സ് എല്ലാം അവൻ എടുത്തിട്ട് പോകും. ഹീറോയ്ക്ക് സംശയം തോന്നി ഹീറോ പോലീസുകാരോട് പറയുന്നുണ്ട് ആ വെള്ളക്കാരന്റെ മെഡിറ്റേഷൻ സെന്റർ ഒന്ന് സെർച്ച് ചെയ്യാൻ. പക്ഷെ പോലീസുകാരുടെ കയ്യിൽ എവിഡൻസ് ഒന്നും ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഈ നേരത്ത് നമ്മുടെ ചെറിയ പെൺകുട്ടിയില്ലേ, അവൾക്ക് അവളുടെ ട്വിൻ സിസ്റ്റർ പേടിയാണ്, വെറുപ്പാണ്. അവളെ എങ്ങനെയെങ്കിലും കൊന്നുകളയാൻ വേണ്ടി ഇവള് വിഷം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മനസ്സില്ലാതെ അത് തട്ടിക്കളയും ചെയ്യും. അവിടെ നിന്ന് കട്ട് ചെയ്ത ഹീറോയുടെ അസിസ്റ്റന്റ് ആ ചെറുക്കൻ ഇവർക്ക് കിട്ടിയ പുസ്തകത്തിൽ ലൈറ്റിനെ കുറിച്ചും സ്നേക്കിനെ കുറിച്ചും പറയുന്നുണ്ട്. ലൈറ്റ് നല്ലതായിട്ടും സ്നേക്ക് പാപമായിട്ടും രണ്ടും തമ്മിലെ യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല. ഇവര് മോങ്കിനോട് ചോദിക്കുമ്പോൾ മോങ്ക് പറയും, ബുദ്ധിസത്തിൽ ഈവിൾ എന്നൊരു സബ്ജക്റ്റേ ഇല്ല. ഈവിൾ ശരിക്കും വരുന്നത് ക്രിസ്ത്യാനിറ്റിയിലാണ്. നിനക്ക് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു ടിബറ്റൻ മോങ്ക് ഇന്നേ ദിവസം വരുന്നുണ്ട്, നിനക്ക് അങ്ങേരോട് എന്തെങ്കിലും ചോദിക്കാം നേരിട്ട് വരികയാണെങ്കിൽ എന്ന് പറയും നമ്മുടെ മോങ്ക്. അപ്പോഴാണ് ഹീറോ ആലോചിക്കുക, ടിബറ്റൻ മോങ്ക് ഈ മാസ്റ്റർ കിം ടിബറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു മോങ്കുമായിട്ട് മാസ്റ്റർ കിം പരിചയപ്പെട്ടിട്ടുണ്ട്. ആ മോങ്ക് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. സോ പുള്ളിയെ കാണാൻ വേണ്ടി ഹീറോ പോകും. ആ നേരം നമ്മുടെ വെള്ളമുടിക്കാരൻ കൊച്ചുപെണ്ണിനെ കടത്തിക്കൊണ്ടു പോവുകയാണ്. ഇവിടെ ഹീറോ ആ ടിബറ്റൻ ലേശം വയസ്സായ മോങ്കിനെ കണ്ട് നിങ്ങൾക്ക് മാസ്റ്റർ കിമ്മിനെ കുറിച്ച് അറിയുമോ എന്ന് ചോദിക്കും. ഈ സമയത്ത് പെൺകുട്ടിയുടെ വായും കെട്ടി മറ്റേ ആള് ദൂരെ എങ്ങോട്ടോ കൊണ്ടുപോവാണ് അവളെ. അപ്പോഴാണ് ഇവിടെ ടിബറ്റൻ മോങ്ക് പറയുക, ഞാൻ മാസ്റ്റർ കിമ്മിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ശരിക്കും ദൈവത്തിന്റെ സൃഷ്ടി പോലെയാണ് ഉണ്ടായിരുന്നത്. ഓരോ കൈകളിലും 6 വിരലുകൾ ഉണ്ടായിരുന്നു പുള്ളിക്കാരന്റെ. അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല, ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട്. മാസ്റ്റർ കിം ജപ്പാനിലേക്ക് പോയിരുന്നു. അവിടെ വെച്ച് ബുദ്ധിസത്തിന്റെ ചില പ്രക്രിയകളിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹം അൾട്ടിമേറ്റ് ലിമിറ്റേഷൻ ഓഫ് ഹ്യൂമനിലേക്ക് എത്തി, ഇമ്മോർട്ടാലിറ്റി, മരണമില്ലായ്മയിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. ഒരുപാട് വർഷങ്ങളായി. പിന്നെ എവിടെയാ പോയെന്നറിയില്ല. അപ്പൊ ഹീറോ ചോദിക്കും, സ്നേക്കിനെ കുറിച്ചും ലൈറ്റിനെ കുറിച്ചും ഈ പുസ്തകം എന്തുകൊണ്ടാണ് പറയണേന്ന്. മോങ്ക് പറയും, സ്നേക്ക് ലൈറ്റിന്റെ നാച്ചുറൽ എനിമിയാണ്, ശത്രുവാണ്. ലൈറ്റ് എവിടെയാണോ പ്രകാശിച്ചത് അതേ സ്ഥലത്ത് നാച്ചുറലായി 100 വർഷങ്ങൾക്ക് ശേഷം ഒരു സ്നേക്കും ജനിക്കും. ആ സ്നേക്ക് ആയിരിക്കും ലൈറ്റായ മോങ്കിനെ കൊല്ലാൻ പോകുന്നത്. ഈ നേരത്ത് ഇവിടെ പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടുവന്ന് മന്ത്രമൊക്കെ ജപിച്ച് അവളെ കുഴിച്ചു മൂടാൻ പോവാണ് നമ്മുടെ വെള്ളമുടിയൻ. ഇവിടെ ഹീറോ അങ്ങനെ അസ്റ്റനോട് പറയും, ഇന്ന് ക്രിസ്മസ് അല്ലേ, ഈ ക്രിസ്മസിനാണ് ജീസസ് ജനിച്ചത്. പക്ഷേ ജീസസിന്റെ ജനന ദിവസം ഒരു മെസ്സഞ്ചർ ജനിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് ഹെറോഡ് ബത്ലഹേമിലെ ഒരുപാട് കുട്ടികളെ കൊന്നുകളഞ്ഞു. അതേപോലുള്ള ഒരു പ്രക്രിയ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഹീറോയ്ക്കൊരു സംശയം. ആ നേരം ഇവിടെ പെൺകുട്ടിയെ കുഴിച്ചു മൂടാൻ പോണ സമയം അവളുടെ വായിലേക്ക് പുളിങ്കുരു ഇട്ട് കൊടുക്കണ്ടേ, അതുകൊണ്ട് പ്ലാസ്റ്റർ മാറ്റുമ്പോൾ അവള് ചോദിക്കും, മരണപ്പെടുന്നോണ്ട് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാവുള്ളൂ. ഈ നേരമാണ് ഹീറോ മനസ്സിലാക്കുക, ഈ 4 കിങ്ങിന്റെ സംരക്ഷണമുള്ള ഭാഗമല്ലേ മാപ്പില്, അതിന്റെ നടുക്കാണ് മാസ്റ്റർ കിം ജനിച്ചത്. 100 വർഷങ്ങൾ കഴിഞ്ഞ ഡേറ്റ് 1999ലാണ്. ആ സമയത്ത് ആ ഏരിയയിൽ ജനിച്ച കുട്ടികളിലെ ആരോ ആണ് മാസ്റ്റർക്ക് എനിമിയായിട്ട് വരിക. അത് ശരിക്കും ആരാണെന്ന് അറിയാത്ത പക്ഷം അവിടെ ജനിച്ച എല്ലാ കുട്ടികളെയും കൊല്ലുന്നതല്ലേ ഒരു പോംവഴി. അതാണ് മാസ്റ്റർ കിം ദത്തെടുത്ത പിള്ളേര് വഴിയും ചെയ്തത്. ഹീറോ ആലോചിച്ച് നോക്കുമ്പോൾ അതിലെ ഒരു കുട്ടിയാണ് നമ്മുടെ പെൺകുട്ടി. അവളെയാണ് ഇപ്പോൾ വെള്ളമുടിയൻ കൊല്ലാൻ പോകുന്നത്. വെള്ളമുടിയൻ പറയും, നീ ഈവിളായിട്ട് ജനിച്ച പെൺകുട്ടിയാണ്, അതുകൊണ്ടാണ് നീ മരണപ്പെടുന്നത്. അടുത്ത ജന്മത്തിൽ നീ ബുദ്ധയായിട്ട് ജനിക്കും. ഈ സമയം ഹീറോ പോലീസുകാരനെ വിളിച്ച് 1999 യോങ് വോൾ സിറ്റിയിൽ എത്ര കുട്ടികൾ ജനിച്ചിട്ടുണ്ട് എന്നുള്ള ലിസ്റ്റ് എടുത്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. 10 വർഷമായിട്ട് അവർ ഒരുപാട് കുട്ടികളെ കൊന്നുകൊണ്ടുവരികയാണ്, ആ സിറ്റിയിൽ ജനിച്ച കുട്ടികളെ. ഈ നേരം പുളിങ്കൊരു വായിലിടാൻ പോകുമ്പോൾ നമ്മുടെ പെൺകുട്ടി വെള്ളമുടിയനോട് പറയും, ഞാൻ പ്രേതമാണെങ്കിൽ എന്റെ കൂടെ ജനിച്ച ട്വിൻ സിസ്റ്ററും പ്രേതാണ്. അവളുടെ ജനനത്തിൽ തന്നെ ഞങ്ങൾക്കത് മനസ്സിലായിരുന്നു, അവളെയും കൊല്ലോ
എൻ്റെ കൂടെ തന്നെ അവൾ വീണ്ടും ജനിക്കട്ടെ, ഒരു മനുഷ്യക്കുട്ടിയായിട്ട്. എനിക്ക് അവളുടെ കൂടെ കളിക്കണമെന്നും അവളെ സ്നേഹിക്കണമെന്നും ആഗ്രഹമുണ്ട്. ഈ സമയത്താണ് അസിസ്റ്റന്റ് കണ്ടുപിടിക്കുക 81 കുട്ടികൾ അവിടെ ജനിച്ചിട്ടുണ്ട്. ഇവർക്ക് കിട്ടിയ പുസ്തകത്തിൽ 81 ഡീമൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇതേസമയം പോലീസുകാർ ചെക്ക് ചെയ്യുമ്പോഴും 19 പിള്ളേരെ കാണാതായിട്ടുണ്ട്, കൊല ചെയ്യപ്പെട്ട് കണ്ടുകിട്ടിയിട്ടുണ്ട്. സോ ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ നേരം നമ്മുടെ വെള്ളമുടിയൻ ഈ പെൺകുട്ടീനെ വിട്ടിട്ട് മറ്റേതാണ് യഥാർത്ഥ പെൺകുട്ടി, കൊല്ലേണ്ട പെൺകുട്ടി എന്നും പറഞ്ഞ് നമ്മുടെ അടച്ചു വെച്ച പെൺകുട്ടീനെ കാണാൻ വരാണ്. കഥക് തുറന്നു നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട രൂപമൊന്നുമല്ല, ഏതാണ്ട് ഒരു ലേഡി ബുദ്ധയുടെ രൂപമുണ്ട് ആ പെൺകുട്ടിക്ക്. ആ പെൺകുട്ടി ചോദിക്കും, നീ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത്? ഒരുപാട് സമയമായല്ലോ, ഒരുപാട് പേര് മരണപ്പെട്ടു, അതിന്റെ ആവശ്യമില്ലായിരുന്നു, നീ നേരത്തെ എന്നെ കാണാൻ വരായിരുന്നില്ല. ഈ പെണ്ണ് പറയുന്ന അവന് മനസ്സിലാവില്ല. അവൻ കൊല്ലാൻ വേണ്ടി തുണി കയ്യിലെടുക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് അരികിൽ ഒരു പാമ്പുണ്ട്. ആ പാമ്പ് ഇവനോട് ചീറ്റി കാണിക്കും. ഇവൻ അടുത്ത് പോവില്ല. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയും, നിന്റെ മനസ്സ് തുറക്ക്, ഞാൻ ആരാണെന്ന് മനസ്സിലാവും. ആ പെൺകുട്ടി ഈ വെള്ളമുടിയന്റെ അമ്മ പാടുന്ന പാട്ട് പാടാൻ തുടങ്ങും, താരാട്ട് പോലെ. അവൻ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? അപ്പൊ ആ പെൺകുട്ടി പറയും, ഞാൻ കണ്ണീരും രക്തവും തുടയ്ക്കുന്ന ആളാണ്, അതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പിന്നീട് അവരെന്താ സംസാരിച്ചെന്നറിയില്ല. ഹീറോ വരുന്ന വഴിക്ക് വെള്ളമുടിയനെ കാണും. നിങ്ങൾ എത്ര പേരെയാടാ ഇങ്ങനെ കൊന്നു കൂട്ടണേന്ന് ചോദിച്ചിട്ട് അവൻ ഓടി വന്ന് ഇവനെ പിടിക്കാൻ നോക്കുമ്പോഴേക്കും ഇവനെ പറ്റിച്ച് അവൻ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞു. അപ്പോഴാണ് കുറച്ച് മുന്നേ നടന്ന സംഭവം കാണിക്കുക. ഈ ബുദ്ധ പെൺകുട്ടിയില്ലേ, അത് കൈകൾ രണ്ടും കാണിച്ചിട്ട്, നീ ഫാദർ എന്ന് വിളിക്കുന്ന ആളുടെ കൈകളിലെ 6 വിരലുകൾ ഉണ്ടോ, അതിന്റെ സൈൻ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് അവനെ കൊന്നുകളയൂ. അവനാണ് പാമ്പ്, അവനാണ് സ്നേക്ക്. പറഞ്ഞ പോലെ വെള്ളമുടിയൻ വന്നിട്ട് ഫാദറുടെ കൈകൾ നോക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട കോലു സന്യാസി അങ്ങോട്ട് വരുന്നത്, വെളുത്ത സന്യാസി. അയാൾ എന്താ പറ്റിയേ, എന്തുകൊണ്ടാ നീ തിരിച്ചു വന്നേന്ന് ചോദിക്കുമ്പോൾ വെള്ളമുടിയൻ പറയും, ആ പെൺകുട്ടി എന്നോട് ഫാദറുടെ കൈകൾ പരിശോധിക്കാൻ പറഞ്ഞു. ഇവൻ മെല്ലെ ബെഡ്ഷീറ്റ് മാറ്റി നോക്കുമ്പോൾ 5 വിരലുകളേ ഉള്ളൂ, 6 വിരലില്ല ആ ഫാദറുടെ കയ്യിൽ. ശരിക്കുള്ള മാസ്റ്റർ കിമ്മിന്റെ കയ്യിൽ 6 വിരലുകൾ ഉള്ളതല്ലേ, ഇവിടെ ഇല്ല. കോലുമുടിയൻ പറയും, ആ പാമ്പ് നിന്നെ പറ്റിക്കാൻ നോക്കിയതാണ്, നീ അതിൽ വീണു പോയോ, എന്റെ കൂടെ വായോ, നിനക്കൊരു സംഭവം ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇയാളെ കൊണ്ടുപോയി ആനയുടെ കണ്ണുകളിലേക്ക് നോക്കി, നീ എന്താണ് ഫീൽ ചെയ്യണമെന്ന് ചോദിക്കും. വെള്ളമുടിക്കാരൻ പറയും, ഞാൻ തണുപ്പാണ് ഫീൽ ചെയ്യണേന്ന്. ഉടനെ തോക്കെടുത്ത ആള് ആനയെ വെടിവെച്ചിട്ട് പൊടുന്നനെ തിരിഞ്ഞ് ഇവനെയും ഷൂട്ട് ചെയ്തോളെ. ഇവൻ എന്താ പറ്റി, എന്തിനാ എന്നെ നിങ്ങൾ കൊല്ലണേന്ന് ചോദിക്കുമ്പോഴാണ് അയാൾ പറയാ, നിനക്ക് ആനയെ കണ്ടിട്ട് ഭയം തോന്നിയില്ല, നീ നമ്മുടെ പ്രവൃത്തിയിൽ നിന്നും വ്യതിചലിച്ചു പോയി, അങ്ങനെ പാടില്ലായിരുന്നു. ഈ സംഭവം അവിടെ നടക്കുമ്പോൾ തന്നെ ഹീറോയും നമ്മുടെ വയസ്സായ ആ കിടക്കുന്ന മാസ്റ്റർ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്ക് ഒരു സംശയം, ഇത് മാസ്റ്റർ കിം ആവാൻ സാധ്യതയില്ല. മാസ്റ്റർ കിം എന്ന് പറയുമ്പോൾ എറ്റേണൽ ലൈഫുള്ള ആളാണ്, പ്രായമാകാത്ത ആളാണ്. ഹീറോ പോയി ഒളിച്ചിരുന്ന് മറ്റാരെങ്കിലും വരുന്നുണ്ടോ നോക്കുമ്പോഴാണ് കോലുമുടിയൻ അങ്ങോട്ട് വരുന്നു. അയാളെ ഈ മാസ്റ്റർ വലിയ മാസ്റ്റർക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് എങ്ങോട്ടോ പുറപ്പെട്ട് വരികയാണ്. അവിടെയുള്ള അമ്മച്ചിനെ കണ്ട്, നിനക്ക് ഒരുപാട് പ്രായമായി പെണ്ണെ, മൈ ഡിയർ, ഞാൻ അവളെ കണ്ടുപിടിച്ചു, അവളെയും കൂടി ഇല്ലാതാക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങും. ഈ നേരം വെടി കൊണ്ടിട്ടുണ്ടെങ്കിലും വെള്ളമുടിയൻ എങ്ങനെയൊക്കെയോ അവിടുന്ന് രക്ഷപ്പെട്ട് ഇറങ്ങി ഓടുന്നുണ്ട്. അവനെ ഭാഗ്യത്തിന് നമ്മുടെ ഹീറോയുടെ കയ്യിൽ കിട്ടും. ഹീറോ അവനെയും കൊണ്ട് അസിസ്റ്റന്റിനെ വണ്ടിയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോഴാണ് വെള്ളമുടിയൻ പറയാ, ഞാൻ സ്നേക്ക് എന്ന് കരുതിയിരുന്ന ആളെ കണ്ടിരുന്നു, അതാണ് എന്നോട് പറഞ്ഞത് മാസ്റ്ററെ കൊന്നുകളയാൻ. നിങ്ങൾക്കതിപ്പം മനസ്സിലാവില്ല, എന്തുകൊണ്ടാണെന്ന്, എല്ലാം കഴിയുമ്പോഴേ മനസ്സിലാവൂ എന്നയാൾ പറയും. ഈ സമയത്ത് പെൺകുട്ടിയെ പിടിക്കാൻ പോകുന്ന കോലുമുടിയന്റെ കാറിലേക്ക് ഹീറോ തന്റെ കാർ കൊണ്ടുവന്ന് ഇടിക്കുന്നുണ്ട്. എന്നിട്ട്, സോറി സാർ, ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ നമ്മൾ രണ്ടുപേരും നമ്പർ ചേഞ്ച് ചെയ്യണം, നിങ്ങളുടെ നമ്പർ തരുമെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ തന്നെ എന്റെ വണ്ടി റെഡിയാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്നാൽ ഹീറോയ്ക്കറിയാം അത് ശരിക്കും ആരാണെന്ന്. ഹേയ് മാസ്റ്റർ കിം ജെ സ്വാക്ക്, എനിക്കറിയാം താൻ ആരാണെന്ന്. സംഭവം ശരിക്കുള്ള മാസ്റ്റർ കിം ഈ വയസ്സായ മനുഷ്യനല്ല, നമ്മുടെ കോലുമുടിയൻ തന്നെയാണ്. കാരണം മാസ്റ്റർക്ക് വയസ്സാവില്ല. മാത്രമല്ല കിമ്മിന്റെ കൈകളിൽ 6 വിരലുകളാണ്. ഇയാള് വയസ്സൻ അപ്പൂപ്പനെ ഉപയോഗിക്കുകയായിരുന്നു തന്റെ പേര് കൊടുത്തിട്ട് പല കാര്യങ്ങൾക്ക്. പരിപാടി കഴിഞ്ഞപ്പോൾ കൊന്നുകളയും ചെയ്തു. ഇപ്പോഴാണ് വെള്ളമുടിക്കാരൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഹീറോയ്ക്ക് മനസ്സിലാവുക. കാവൽക്കാരനായ രാജാവാണ് സ്നേക്കായിട്ട് മാറിയത്. സോ സ്ക്രിപ്ചറിൽ പറയുന്നത് പോലെ സ്നേക്ക് മാസ്റ്റർ കിമ്മും ലൈറ്റ് മറ്റേ പെൺകുട്ടിയുമാണ്. മാസ്റ്റർ കിമ്മിന്റെ എതിരാളി മറ്റേ പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് മാസ്റ്റർ ആ പെൺകുട്ടി ആരാണെന്ന് അറിയാത്തതുകൊണ്ടും സ്ക്രിപ്ചർ പ്രകാരവും അവിടെ ജനിച്ച 81 പെൺകുട്ടികളെയും കൊന്നൊടുക്കിയത്. എന്റെ കാൽക്കലിലേക്ക് വീഴ്, നിന്നെ ഞാൻ ക്ഷമിച്ച് അനുഗ്രഹിക്കാം, എനിക്കുള്ളത് എറ്റേണൽ ലൈഫാണ് എന്നയാള് വെള്ളമുടിയനോട് പറയുന്നുണ്ട്. സംഭവം ഹീറോ കാറും കൊണ്ട് ഇയാളെ വണ്ടി ഇടിച്ച സമയത്ത് വെള്ളമുടിയൻ ഇയാളെ കാറിനകത്തേക്ക് കയറി. എന്നാൽ അതയാൾ മനസ്സിലാക്കി, ഞാൻ ദൈവമാണ്, എനിക്ക് മരണമില്ല, എനിക്ക് പ്രായമാവില്ല, എനിക്കിനി എതിരാളികളെ ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടായാൽ 100 വർഷത്തിനൊരു തവണ ഞാൻ അവരെ ഇല്ലാതെയാക്കും, എന്റെ കാൽക്കൽ വീഴ്, ഞാൻ നിന്നോട് ക്ഷമിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളമുടിയൻ പെട്ടെന്ന് തുണിയെടുത്ത് അയാളുടെ കഴുത്തി ചുറ്റി വരിച്ചിട്ട് പറയുക, നീ ഒരു ദൈവമല്ല,
നീ ഒരു സാത്താനാണ്, വീണ്ടും വീണ്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സാത്താൻ. അതുമാത്രമാണാ നീ കാരണം എത്ര പാവപ്പെട്ട കുട്ടികളാണ് മരണപ്പെട്ടത്. ഇനി അങ്ങനെ സംഭവിക്കില്ല. ചാവടാന്നും പറഞ്ഞ് കഴുത്തി പിടിച്ചമർത്തുമ്പോൾ വണ്ടി കൺട്രോൾ വിട്ട് മലക്കം മറിഞ്ഞ് തെറിച്ചു വീഴും. എന്നാൽ അമിത ശക്തിയുള്ള അയാൾക്കൊന്നും സംഭവിക്കുന്നില്ല. അയാൾ കൂളായിട്ട് ഇറങ്ങി വന്ന് വെള്ളമുടിയന്റെ കൈയെ ചവിട്ടി കൈ ഒടിച്ചു കളഞ്ഞിട്ട് അയാൾ സ്റ്റൈലായിട്ട് ഇറങ്ങി പോവാണ്. എന്നാൽ നമ്മുടെ പെൺകുട്ടി വെള്ളമുടിയൻ അവസാനമായി ഒരു ഉപകരണം കൊടുത്തിട്ടുണ്ടായിരുന്നു, ലൈറ്റർ. കാരണം ഇങ്ങനെ സംഭവിക്കുമെന്ന് പുള്ളിക്കാരിക്ക് നേരത്തെ അറിയാം. സോ ശരീരം മൊത്തം പെട്രോളി നനഞ്ഞ നമ്മുടെ മാസ്റ്റർ കിമ്മ് നടന്ന് രക്ഷപ്പെട്ടു പോകാൻ നിൽക്കവേ ഇവൻ കൊളുത്തിവിട്ട തീയിൽപ്പെട്ട അയാൾ കരിയാൻ തുടങ്ങും. യഥാർത്ഥ സ്നേക്ക് വെന്തുരുകി മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതേസമയം അയാൾ മരിക്കുന്ന അതേ സമയത്ത് ഇയാളെ കൊല്ലാൻ വേണ്ടി ജന്മമെടുത്ത ആ ഇരട്ടക്കുട്ടിയും മരിക്കുന്നുണ്ട്. പാവം അതിനെ കെട്ടിപ്പിടിച്ച് കരയാണ് സഹോദരി. ഇവിടെ തന്റെ ജോലി പൂർത്തിയായ സ്ഥിതിക്ക് ഹീറോയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു കൊടുത്തിട്ട് വെള്ളമുടിക്കാരനും മരണപ്പെടും. എല്ലാം കഴിഞ്ഞ് ഇവർ തിരിച്ചു പോകുമ്പോൾ അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, സാർ ആ വെള്ളമുടിയൻ എന്താണ് പറഞ്ഞത്? ഹീറോ പറയും, അവന് തണുക്കുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്, മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ശരിക്കും അവൻ എന്താണ് പറഞ്ഞു കൊടുത്തതെന്നറിയില്ല. എന്തായാലും ഈ കഥ അവിടെ വെച്ച് അവസാനിക്കുന്നു. സ്വാഹ ദ സിക്സ്ത് ഫിംഗർ. നമ്മുടെ നാട്ടിൽ പറയുന്ന സ്വാഹ അവിടെ ഒരു പടത്തിന്റെ പേരായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അത് ബുദ്ധിസത്തിലും ഉണ്ടാവുമായിരിക്കും. എന്തായാലും നന്നായിട്ടുണ്ട്. സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.